ഞാനെന്താ ചെയ്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല. പെരും മഴയാണ്. അപ്പം എന്തായാലും നമുക്ക് വർക്കിന് പോയേ പറ്റുള്ളൂ. എന്തായാലും ഒരു വഴിക്ക് പോയില്ല. അപ്പം ഒന്ന് വണ്ടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ വണ്ടി കഴുകാൻ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ നാഷണൽ ഹൈവേ പോകുന്നതിൻ്റെ അടിയിലുള്ള അണ്ടർപാസിൽ പോയി നിന്നാൽ മതി. അപ്പോൾ വണ്ടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ യാത്ര തുടരാം നമുക്ക്. അങ്ങനെ ഞാൻ കുറേ വണ്ടി ഫ്രീ സർവീസ് ചെയ്യുന്നത് നോക്കിയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ യാത്രയിലേക്ക് തന്നെ പോയി. കുറച്ച് മുന്നോട്ട് പോരാ ഇതിലെ വണ്ടി പോകില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ വേറൊരു റൂട്ട് എടുത്ത് ആ റൂട്ടും കണക്ക് തന്നെ കേട്ടോ. ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. കുറേ വണ്ടികളൊക്കെ വണ്ടിക്കാരും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ചെറിയ വണ്ടികളൊക്കെ പോകുന്നവർ സൂക്ഷിച്ചുകൊണ്ട് സൈലൻസറിലൊക്കെ വെള്ളം കുടുങ്ങിക്കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. പിന്നെ നമ്മളെ സാധാരണ പഴയ ടൈപ്പ് ബൈക്കുകളിലൊക്കെ പെട്ടെന്ന് പ്ലഗിനാണ് കംപ്ലയിൻറ്റ് കൊടുക്കുക. അപ്പോൾ പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇവിടെ മീൻ കച്ചവടമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ശക്തമായ മഴ തന്നെയാണ് വന്നുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ NH 66 കയറി. ഇവിടെയാണ് കേട്ടോ ടോളിൻ്റെ പണി നടക്കുന്നത്. കോഴിക്കോടുള്ള നല്ല സൂപ്പറായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളി പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളൊരു ഷോപ്പിലേക്ക് വെള്ളം കയറി നടക്കുന്നത് കണ്ട് ഒരു പാവപ്പെട്ട ഒരു ചേട്ടൻ്റെ ഷോപ്പ് കിട്ടുമോ, കണ്ടാൽ നല്ല വിഷമമായി. പിന്നെ അതാ ഒരു സ്ഥലത്തേക്കുള്ള വഴി തന്നെ ഇല്ല. പിന്നെ മഴയൊക്കെ നിന്നേരം ആ നീർക്കാക്കകൾ മീൻ പിടിക്കുന്ന ഒരു സ്ഥലത്ത് പൊങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് പൊങ്ങുന്നത്. എനിക്കിങ്ങനെ ഒരു കമ്പനിക്കാരുണ്ടായിരുന്നു കേട്ടോ. ഓനൊരു സ്ഥലത്ത് പൊങ്ങിയാൽ പിന്നെ ഓൻ വേറെ എവിടെയെങ്കിലേക്ക് ഓനെ പൊന്തുക. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയതാ KCB-കാർ ഓരോ പരിപാടി. മഴക്കാലത്ത് ഇവർ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഇവർക്ക്. മരം വീകലും മരം മുറിക്കലും തകൃതിയായിട്ടുള്ള പരിപാടി നടക്കുന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ കാഴ്ചകൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.